ഹലോ, നിങ്ങൾ വാർലി ആർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നതാണ്. അതായത് മഹാരാഷ്ട്രയിലെ ഒരു ട്രഡീഷണൽ ട്രൈബൽ ആർട്ട് ഫോമാണ് ഈ വാർലി ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഈ MDC എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പോലെ ഉണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ചൂസ് ചെയ്തിരുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു. അതിലൊരു പോർഷനാണ് ഈ വാർലി ആർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർലി ആർട്ടിൻ്റെ എല്ലാ പടത്തിലും ഒരു ബോർഡർ ഉണ്ടാവും. അത് മസ്റ്റ് ആയിരിക്കും. ആൻഡ് ഇവർക്ക് ഇഷ്ടം പോലെ ബോർഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇനി മൃഗങ്ങളുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതുവരെ വരയ്ക്കാത്ത രീതിയിലുള്ളൊരു മിക്കതും ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് അങ്ങനത്തെ ഒരു പാറ്റേൺസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം തന്നെ. എൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് കഷ്ടകാലത്തിന് തീർന്നു പോയി. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഐലൈനറിൻ്റെ അകത്ത് വെള്ളം കലക്കിയിട്ടാണ് ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മളതിന് യൂസ് ചെയ്യണമല്ലോ. ആൻഡ് ഇവരുടെ മെയിനായിട്ട് ഇവരുടെ നേച്ചേഴ്സ്, ലൈഫ് സ്റ്റൈൽസ്, ഫെസ്റ്റിവൽസ് ഒക്കെയാണ് എല്ലാ പടത്തിലും മിക്കതിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും. ആൻഡ് അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ ഫെസ്റ്റിവൽസിന് അത്രയും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, കാരണം മിക്കതും അതാണ്. പിന്നെ ഇവരുടെ ഡാൻസ് ഫോമാണ് ടർപ്പ ഡാൻസ് എന്ന് പറയുന്നത്. അതും നമ്മുടെ പ്രാക്ടിക്കലുണ്ടായിരുന്നു. ഒരുപാട് വരയ്ക്കാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ആദ്യം കാണിച്ചതാണ് ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്ത ഒരു പ്രാക്ടിക്കൽ വർക്കായിട്ടുള്ള ബുക്ക് മാർക്ക്. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്.